മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം തീർക്കാൻ നിർണായക നീക്കവുമായി സർക്കാർ. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാൻ നാളെ വകുപ്പുകൾ തമ്മിലുള്ള ഉന്നതതല ചർച്ച നടക്കും. ധനകാര്യമന്ത്രിയും ധനകാര്യ വകുപ്പ് സെക്രട്ടറിമാരും ചർച്ചയിൽ പങ്കെടുക്കും. ഇതിനുശേഷമായിരിക്കും KGMCTA പ്രതിനിധികളുമായുള്ള ചർച്ച. അതേസമയം ഡോക്ടർമാരുടെ സമരം 10ാം ദിവസത്തിലേക്ക് കടന്നു. ുടനീളമുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ OP സംവിധാനവും ഒപ്പം അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും മുടങ്ങിയിട്ട് ദിവസങ്ങളായി. അതിനിടയിലാണ് നിർണായക നീക്കവുമായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും യോഗങ്ങളും മറ്റും നടക്കാൻ പോകുന്നത്. അടുത്ത ദിവസം മന്ത്രിതലത്തിൽ വിവിധ വകുപ്പുകളുടെ കൂടിച്ചേർന്നുകൊണ്ട് നാളെ യോഗം ചേരുകയാണ്. അതായത് പ്രധാനമായും 57 മാസത്തെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയാണ് ഡോക്ടർമാർക്ക് ലഭിക്കാനുള്ളത്. ഇത് ലഭിക്കണമെന്നാണ് പ്രധാനപ്പെട്ട സമരത്തിന്റെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യവും. അത് അംഗീകരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അത് പലതവണ ആരോഗ്യമന്ത്രിയുമായും മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചകളിൽ തീരുമാനമാകാതെ അലസിപ്പിരിക്കുകയായിരുന്നു. അതിലാണ് ഇനി സർക്കാർ തലത്തിൽ ഒരു ഇടപെടൽ അല്ലെങ്കിൽ വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപനത്തോടു കൂടിയുള്ള ഒരു ഇപ്പോഴുള്ള പ്രതിസന്ധികളെല്ലാം മറികടന്നുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ അടുത്ത ദിവസം നാളെ ഈ ഒരു വിഷയത്തിൽ വകുപ്പ് തലത്തിൽ ചർച്ച നടക്കാൻ പോകുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് വലിയൊരു കുടിശ്ശികയാണ്. അതിന് ധനാനുമതിയും ഒപ്പം ധനവകുപ്പിന്റെയും ആരോഗ്യവകുപ്പിന്റെയും എല്ലാം സംയോജിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം വേണ്ടിവരും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇതിലൊരു വിഷയത്തിൽ ഏകോപനത്തോട് തീരുമാനമുണ്ടാകുക. അത് വരുന്ന ദിവസങ്ങളിൽ ചർച്ച കഴിഞ്ഞ് വരും ദിവസങ്ങളിൽ KGMCTA ഭാരവാഹികളുമായി ചർച്ച ചെയ്ത് ഈ വിഷയത്തിൽ ഒരു സമവായത്തിലേക്ക് എത്തി ഈ ഒരു സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ സർക്കാരിന്റെ മുന്നിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടും ഈ ഡോക്ടർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടുമെല്ലാം ആരോഗ്യമേഖല വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആ പ്രതിസന്ധിയിൽ ഒരു കാര്യമായ ഒരു കുറവ് വരുത്തണമെങ്കിൽ ഈ ഡോക്ടർമാരുടെ സമരം അവസാനിപ്പിച്ചേ മാത്രമേ അത് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കടുംപിടുത്തം പിടിക്കാതെ ഈ ഒരു പല രീതിയിലുള്ള ഹാജർ പട്ടിക അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരത്തെ നേരിടാൻ ആരോഗ്യവകുപ്പ് ശ്രമിച്ചിരുന്നെങ്കിലും അതിലൊന്നും ഡോക്ടർമാർ വഴങ്ങാതോടെയാണ് ഇപ്പോൾ ഒരു സമവായത്തിലേക്ക് എത്താനുള്ള നീക്കം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. നാളത്തെ യോഗം നിർണായകമാണ്. ഇതിൽ വലിയൊരു പ്രതീക്ഷ KGMCTA മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു ശമ്പള പരിഷ്കരണം മാത്രമല്ല മറ്റു പല ആവശ്യങ്ങളും അവർ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും ഇതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതിനൊപ്പം തന്നെ ഈ ഒരു പുതിയ തസ്തികകൾ സൃഷ്ടിക്കുക. അതായത് പുതിയ ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ വരുമ്പോൾ നിലവിലുള്ള തസ്തികയിലെ ഡോക്ടർമാരെ പുനർവിന്യാസം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് അംഗീകരിക്കാൻ പറ്റില്ല. പുതിയ ആൾക്കാരെ എടുക്കുക. അതിനൊപ്പം തന്നെ ആനുകൂല്യങ്ങൾ അതായത് പെൻഷൻ ആനുകൂല്യങ്ങളടക്കം പല മാറ്റങ്ങളും അവർ ആവശ്യപ്പെടുന്നുണ്ട്. അതിലെല്ലാം ഈ ഒരു ചർച്ചയിലൂടെ സമവായത്തിലേക്ക് എത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഡോക്ടർമാരും ഒപ്പം സർക്കാരും. ഇതിനിടയിൽ വലയുന്ന രോഗികളും ഇതൊരു പ്രതീക്ഷയായി മുന്നോട്ട് വെക്കുകയാണ്. കാരണം വളരെ മാസങ്ങൾക്ക് മുൻപ് ഡേറ്റ് കിട്ടി ശസ്ത്രക്രിയയ്ക്ക് വന്ന പല രോഗികളും ചികിത്സ മുടങ്ങിയതിന്റെ പേരിൽ ദുരിതം അനുഭവിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ തന്നെ ഇതിലൊരു കൃത്യമായ തീരുമാനത്തിലേക്ക് എത്തി ആരോഗ്യമേഖല വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ എത്തുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഡോക്ടർമാരും ആരോഗ്യവകുപ്പും നിലനിൽക്കുന്നത്. ക്യാമറമാൻ ബിബിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.